ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. മാങ്ങ സീസൺ ആണല്ലോ. എല്ലാവരും മാങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ജ്യൂസ് അല്ല, മാംഗോ ഫ്രൂട്ടിയാണ്. അതിനായിട്ട് ഒരു മാങ്ങ എടുത്ത് അതിന് തോലെല്ലാം കളഞ്ഞ് ഒരു മീഡിയം പീസസ് ആക്കി മുറിക്കാം. ഈ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണേ. നല്ല പഴുത്ത ജ്യൂസി ആയിട്ടുള്ള മാങ്ങ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. മാങ്ങ കഷ്ണങ്ങളെ നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയ ശേഷം 1 ടീക്കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും ഒഴിച്ച് അതിന് 2 വിസിലിന് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണേ. കുക്കറിലെ പ്രഷറെല്ലാം പോയി നല്ലപോലെ തണുത്ത ശേഷം ആ മാങ്ങയും ആ വെള്ളത്തോടെ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. കുറച്ചു കാര്യങ്ങൾ കൂടി നമുക്കിതിൽ ചെയ്യാനുണ്ട്. കടയിൽ നിന്നും വാങ്ങുന്ന ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഹോം മെയ്ഡ് ഫ്രൂട്ടിക്ക്. നിങ്ങൾ ഉറപ്പായും ഒന്ന് ചെയ്ത് നോക്കണം. ചില മാങ്ങയിൽ കുറച്ച് കൂടുതൽ ഫൈബർ ഉണ്ടാവും. നമ്മളതിന് നാരുള്ള മാങ്ങ എന്ന് പറയും. ആ നാരെല്ലാം എടുത്ത് കളയേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുടിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവും. ഈ മാങ്ങയിൽ അധികം നാരുകളില്ല, കുറച്ചുള്ളത് നമുക്ക് എടുത്തു മാറ്റാം. അരിപ്പയുടെ ബാക്കിലും കുറച്ച് പൾപ്പുണ്ട്. സ്പൂൺ വെച്ച് അതുകൂടി നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. ഇനി ഈ പൾപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫ്രൂട്ടിയുടെ കൺസിസ്റ്റൻസിയിലാക്കണം. എനിക്കിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നിങ്ങൾ ഇതിലെ ഓരോ സ്റ്റെപ്പും കൃത്യമായി ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ബോട്ടിലാക്കിയാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഫ്രിഡ്ജിലെ കുറച്ച് സ്പേസ് സേവ് ചെയ്യാലോ. ഇത് നിങ്ങളുടെ മക്കൾക്കൊന്ന് കൊടുത്തു നോക്കൂ. അവർ പറയുകയേ ഇല്ല ഇത് വീട്ടിലുണ്ടാക്കിയതാണെന്ന്. ഗസ്റ്റിന് കൊടുത്താൽ അവരും ഒന്ന് ഞെട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്